പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ഫസ്റ്റ് ബെല്ലിൽ അനിമേഷൻ്റെ രണ്ടാമത്തെ ക്ലാസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അതിനെ പറ്റിയൊരു വർക്ക് ഇവിടെ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിലാദ്യം ടുബി ട്യൂബ് ഡെസ്ക് തുറന്ന് അതിൽ ന്യൂ പ്രൊജക്റ്റിൽ പേര് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതിൻ്റെ താഴെ FPS ഫ്രെയിം പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ എത്ര ഫ്രെയിം വേണമെന്ന് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ 25 ഞാൻ അവിടെ ഡിഫാൾട്ടായിട്ടുള്ളത്. ഓക്കെ, ഞാൻ ഓക്കെ കൊടുത്തു. രണ്ടാമത്തെ വീഡിയോയിൽ കണ്ട കാര്യങ്ങൾ ഈ മോഡുകളെ പറ്റിയിട്ടുള്ള ഒരു പരിചയപ്പെടുത്തലായിരുന്നു. ഫ്രെയിം മോഡ്, സ്റ്റാറ്റിക് BG മോഡ്, ഡൈനാമിക് BG മോഡ്. ഡൈനാമിക് BG മോഡ് എന്ന് പറഞ്ഞാൽ ഒരു ചലിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഭാഗം. അതുപോലെ സ്റ്റാറ്റിക് BG എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് നിലനിൽക്കുന്ന ഒരു മോഡ്. ഫ്രെയിം മോഡ് നിങ്ങൾക്ക് പരിചയമാണ്. നമുക്ക് ഓരോ ഫ്രെയിമിലും ചിത്രങ്ങൾ വ്യത്യസ്ത സ്ഥാനത്തിലേക്ക് മാറ്റി അനിമേറ്റ് ചെയ്യുന്ന മോഡ്. ഓക്കെ, ഞാൻ ഡൈനാമിക് BG മോഡാണ് ഇവിടെ ഫസ്റ്റിൽ എടുക്കുന്നത്. എന്നിട്ട് ഞാൻ അതിലൊരു ചിത്രം വരയ്ക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പെൻസിൽ ടൂളായിരുന്നു പഠിച്ചിട്ടുള്ളത്. ഞാൻ ഇത്തവണ ഒന്ന് മാറ്റി ഇവിടെ ഒരു ബ്രഷസിൽ ഒരു ലൈൻ, ഈ ടൂൾ എടുത്ത്, ഇപ്പോൾ ലൈനാണ് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ആവശ്യമായ സൈസൊക്കെ കൊടുത്ത്, നമുക്ക് സൈസുകളൊക്കെ കൊടുത്ത് കളറ് ആവശ്യമുള്ളൊരു കളറ് നൽകി ഈ ലൈൻ ടൂൾ ഉപയോഗിച്ചിട്ട് ഒരു ലൈന് വരച്ച് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു, എന്നിട്ട് മൗസ് ഇങ്ങനെ കൊണ്ടുപോയാൽ ഇതേപോലെ നമുക്ക് ഏത് സ്ഥലത്താണ് നിർത്തുന്നത് അവിടെ നമുക്ക് അവസാനിക്കാം. പക്ഷേ ഈ ലൈന് കറക്റ്റായിട്ട് ഒരേ നേർരേഖയിൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കീബോർഡിൻ്റെ കൺട്രോൾ ബട്ടൺ അമർത്തി പിടിച്ച് ഇതുപോലെ വരച്ചാൽ കൃത്യമായിട്ട് വരും. എന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് മൗസ് ക്ലിക്ക് ചെയ്ത് ഒന്ന് റൈറ്റ് ബട്ടൺ, മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ നമുക്കൊരു ലൈന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് വേറൊരു ടൂളാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. പെൻസിലിന് പകരം തൊട്ടടുത്ത് ഒരു ഇങ്ക് ടൂൾ, ഇങ്ക്, അതാണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഞാനിവിടെ വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇതേപോലെ ഒന്നിങ്ങനെ വരച്ചു, ഇതുപോലെ വരച്ചു. ഓക്കെ, വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ വരച്ചു. ഡൈനാമിക് BG മോഡിൽ റൈറ്റ് ഭാഗത്തേക്ക് ഈ ചിത്രം പോകുന്നത് ഇവിടെ 5 കൊടുത്തിട്ടുള്ളത് ഡിഫാൾട്ടായിട്ട്. ഞാനതൊരു 50 കൊടുക്കുന്നുണ്ട്. 50, ഇതിൻ്റെ ലെങ്ത്ത് 50 കൊടുത്തതിന് ശേഷം ഈ ഡൈനാമിക് BG മോഡിൽ നിന്ന് മാറ്റി സ്റ്റാറ്റിക് BG മോഡാക്കുന്നു. സ്റ്റാറ്റിക് BG മോഡ്. ഇനി സ്റ്റാറ്റിക് BG മോഡിൽ ഞാനൊരു ചിത്രം വരയ്ക്കാൻ പോവുകയാണ്. അതിൽ ഞാൻ ഇതേപോലെ ലൈൻ ടൂളാണ് എടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കളറൊന്ന് ഞാൻ മാറ്റാം. ഇവിടെ കളറ് ബ്ലാക്ക് ആക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മളൊന്ന് വരച്ച് നോക്കാം. ഞാൻ വരക്കുന്നത് കൃത്യമായിട്ട് നോക്കുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇതുപോലെ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു, അതുപോലെ ഇവിടെ കൊടുന്ന് ലാസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതുപോലെ കിട്ടി. അടുത്തത് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ഇവിടെ കൊടുന്ന് ക്ലിക്ക് ചെയ്തു, എന്നിട്ട് റൈറ്റ് ബട്ടൺ അമർത്തി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഒരു ബോട്ടാണ് ഞാൻ വരച്ചിട്ടുള്ളത്. ഇനി ഞാനിവിടെ വീണ്ടും നാം വേണമെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ ഇതും വരച്ചു, റൈറ്റ് ബട്ടൺ അമർത്തി. ബോട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഫ്ലാഗിന് വേണ്ടിയുള്ള ഒരു സ്റ്റിക്ക് ഇവിടെ വെച്ചു, റൈറ്റ് ബട്ടൺ അമർത്തി. ഇനി നമുക്കിതിൽ കളറ് ഫില്ല് ചെയ്യാം. കളറ് ഫില്ല് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ഫിൽ ടൂളുണ്ട്, ഫിൽ ടൂൾ. ആ ഫിൽ ടൂൾ എടുത്ത് ആവശ്യമുള്ള കളറ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫില്ലിൽ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ നമുക്കിവിടെ ഫില്ല് ചെയ്യാം. ഞാനിവിടെ ഒരു കളർ ചെയ്തു, ഇവിടെ വേറെ കളറ്, ഇതും വേറെ കളർ ചെയ്തു.
ഓക്കെ, ഇനി നമുക്ക് സെലക്ഷൻ ടൂൾ എടുത്തു കഴിഞ്ഞാൽ, ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ഓരോന്നും ഓരോ ഭാഗങ്ങളാണ്. അപ്പോൾ നിങ്ങൾ മുമ്പ് പഠിച്ചു ഇതിനെ മൊത്തം ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്ത് അതിനുശേഷം നമുക്കിവിടെ ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് ഒറ്റ ചിത്രമായി. ഓക്കെ, ഞാനിതിവിടെ കൊടുന്ന് വെച്ചു. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ 2 മോഡായി. മൂന്നാമത്തത് ഫ്രെയിം മോഡാണ്. ഫ്രെയിം മോഡിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് നോക്കാം. നമുക്കിവിടെ പെൻസിൽ ടൂൾ എടുത്തതിന് ശേഷം കളറിൽ നമുക്കിവിടെ ബ്ലാക്കും അതുപോലെ ഇവിടെ വേറെ ഒരു കളറും ഞാനിവിടെ വെച്ചു. ഓക്കെ, ഇനി ഇവിടെ വരക്കുന്നത് ശ്രദ്ധിക്കുക. ഇവിടുന്ന് ഇതുപോലെ വരച്ചു. അപ്പോൾ ഒരു ഫ്ലാഗായി. ഇനി മുമ്പ് പഠിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു ടീൻ എന്ന് പറഞ്ഞ ടീനിങ് പഠിച്ചു. നമ്മൾ പഠിച്ച ടീനിങ് പൊസിഷൻ, റൊട്ടേഷനും പൊസിഷനുമാണ് പഠിച്ചിട്ടുള്ളത്. നമ്മൾ ഇനി ഇവിടെ പഠിക്കാൻ പോകുന്നത് ഒരു ഷിയറാണ്. അപ്പോൾ പതാകനെ നമുക്ക് ഷിയർ ടീൻ എടുത്തു. എന്നിട്ട് നമ്മൾ മുമ്പ് പഠിച്ച പോലെ ഇവിടെ പ്ലസിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ടീൻ്റെ ഇവിടെ കണ്ടു. വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാൻ പറയാം. അപ്പോൾ ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിങ്ങനെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ആയിട്ടില്ലെങ്കിൽ നമുക്ക് മുമ്പ് പഠിച്ച മാതിരി ഇവിടെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാം. എന്നിട്ട് സെറ്റ് പ്രോപ്പർട്ടീസ് എടുക്കുക. സെറ്റ് പ്രോപ്പർട്ടീസ് എടുത്താൽ നമ്മളിവിടെ കാണും എൻഡ് ഫ്രെയിം എത്രയാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് 50 ആണ്. നമ്മളിവിടെ 50 ആക്കി കൊടുക്കുക. 50 ഭാഗത്തേക്ക് ഡിസ്റ്റൻസ് കൊടുത്ത് 50 ഫ്രെയിം അതുപോലെ ചെയ്യുക. എന്നിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഒന്നും മാറ്റണ്ട, ഇവിടെ ലൂപ്പ് എന്നുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് 1 മാറ്റി ഒരു 3 അങ്ങനെ ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സേവ് ചെയ്യാം. സേവ് ടീം കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാം നമ്മൾ 50 ഫ്രെയിം ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വർക്ക് ചെയ്യണതൊന്ന് നോക്കാം, എങ്ങനെ വർക്ക് ചെയ്യാൻ. ഇപ്പം പ്ലേയിൽ അമർത്തുക. ഇതുപോലെ പ്ലേ ബട്ടൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ബോട്ട് ചലിക്കുന്നതായിട്ട് നമുക്ക് അനിമേഷന് കാണാം. ഇപ്പോൾ ബോട്ടല്ല ചലിക്കുന്നത്, ബാക്ക്ഗ്രൗണ്ട് നീങ്ങുകയാണ്. അപ്പോൾ ആ ചലിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്തു, ആ ബോട്ടിൻ്റെ ഫ്ലാഗ് ഒന്ന് ചെറുതായിട്ട് ഷെയർ ചെയ്യിച്ചു. ഇത്രയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കുക. ഇതിനി നമ്മൾ എക്സ്പോർട്ട് ചെയ്യണം എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ എക്സ്പോർട്ട് കൊടുക്കാം. നിങ്ങൾ മുമ്പ് പഠിച്ച പോലെ വീഡിയോ ഫോർമാറ്റ് AVI വീഡിയോ ആണ്. നെക്സ്റ്റ് കൊടുക്കുക. സീന് ഒന്നേ ഉള്ളൂ. നെക്സ്റ്റ് കൊടുക്കുക. നമ്മൾ എവിടെയാണോ സേവ് ചെയ്യേണ്ടത് ഫോൾഡർ നമ്മൾ ആ പാത്ത് സെലക്ട് ചെയ്യുക. നമ്മുടെ ഡെസ്ക്ടോപ്പിലാണെങ്കിൽ ഡെസ്ക്ടോപ്പ് തുറക്കുക. അവിടെ നമുക്ക് പേര് കൊടുക്കാം. എന്നിട്ട് സേവ് ബട്ടൺ കൊടുക്കുക. ഈ എക്സ്പോർട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ്പോർട്ട് ആയത് കാണാം. ഇനി നമുക്കൊന്ന് ഈ ബോട്ട് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങളും ഇതുപോലെ നല്ലൊരു വീഡിയോ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.